തൃശൂർ ചാലക്കുടി കൊരട്ടി ചിറങ്ങലയിൽ കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി ഏറെ പരിഭ്രാന്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലെത്താനും പുലിയെ പിടികൂടാൻ തന്നെയാണ് വനം വകുപ്പ് അതിന്റെ ജാഗ്രത കമ്മിറ്റി അടക്കം എക്സ്പെർട്ട് കമ്മിറ്റി അടക്കം കൂടിയ ശേഷം തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ ആദ്യ പടിയെന്നോണമായി ഇപ്പോൾ കൂട് കോതമംഗലത്തു നിന്നും ഇവിടെ കൊണ്ടുവന്ന് ചിറങ്ങരയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിയെ കണ്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ കണ്ടതും ഈ പട്ടിയെ പിടികൂടിയ വീടിന് തൊട്ട് സമീപത്തായി പുറകിലുള്ള ആളൊഴിഞ്ഞ പറമ്പിലെ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്താണ് നിലവിൽ കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്നും കുറച്ചുകൂടി അല്പം ഉള്ളിലേക്ക് മാറിയായിരിക്കും എന്തായാലും കൂട് സ്ഥാപിക്കുകയും ചെയ്യുക. നിലവിൽ എന്തായാലും ആദ്യമായി കൂട് ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് ഇതിനെ പിടിക്കാനുള്ള കെണി ഇതിനുള്ളിൽ ഒരുക്കുക എന്നുള്ളത്, അതായത് പുലിയെ പിടികൂടാനുള്ള കെണി ഇതിനുള്ളിൽ ഒരുക്കുക എന്നുള്ളതാണ്. അതിനുള്ള ഇരയെ ഈ രണ്ടാമത്തെ ക്യാബിനിലേക്ക് ഇരയെ കൊണ്ടുവന്ന് വെക്കണം, അത് സൂക്ഷിക്കുകയും ഇരയെ ഇവിടേക്ക് കയറ്റി വെക്കണം. അപ്പോൾ അത്തരത്തിൽ അതിനുള്ള നടപടികളാണ് ആരംഭിക്കുന്നത്. പക്ഷെ അതിൽ ഒരു കാലതാമസം അല്ലെങ്കിൽ ഇപ്പോൾ നേരിടുന്ന ഒരു കാലതാമസത്തിന്റെ കാരണം എന്ന് പറയുന്നത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി. ഈ പുലിയെ കൂട് സ്ഥാപിക്കണമെങ്കിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി ഉണ്ടാകണം. ആ അനുമതിക്കായുള്ള ഒരു കാലതാമസമാണ് നിലവിൽ ഉണ്ടാകുന്നത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് വനം വകുപ്പ് ഈ കൂടിൽ കെണി ഒരുക്കുന്ന നടപടിയിലേക്ക് കടക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതിനുള്ള നടപടിക്രമങ്ങൾ വനം വകുപ്പ് വേഗത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഏറെ പരിഭ്രാന്തിയിലാണ് ഇവിടെയുള്ള ജനങ്ങളൊക്കെ തന്നെ ഉള്ളത്. ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പകൽ സമയങ്ങളിലും രാത്രിയിലും ആരാധനാലയങ്ങളിലെ പ്രാർത്ഥനകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ രാത്രികാലങ്ങളിലും നേരം പുലർച്ചെയുള്ള സമയങ്ങളിലുമുള്ള ട്യൂഷൻ അടക്കം കുട്ടികളോട് അടക്കം പുറത്തേക്ക് പോകരുതെന്ന വലിയ നിർദ്ദേശം അടക്കം വനം വകുപ്പ് അതുപോലെ തന്നെ പഞ്ചായത്തും നൽകിയിട്ടുണ്ട്. എന്തായാലും പുലിയെ പിടികൂടി, അതായത് ഈ ജനവാസ മേഖലയാണ് ഇത് കൂട് സ്ഥാപിച്ച് പുലിയെ കണ്ടതെങ്കിലും ഇവിടെ നിന്നും ഏകദേശം 20 കിലോമീറ്റർ അപ്പുറത്താണ് വനമുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ എങ്ങനെ ഇവിടേക്ക് എത്തിയതെന്ന് പോലും വനംവകുപ്പിന് പുലി എങ്ങനെ ഇവിടേക്ക് എത്തിയെന്ന് പോലും നിലവിൽ വനംവകുപ്പ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും പുലിയെ പിടികൂടാനുള്ള നടപടിക്രമങ്ങൾ വനംവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്.